എനിക്കറിയാവുന്നത് ഞാൻ എങ്ങനെ പറയും? ഞാനത് പറഞ്ഞ എൻ്റെ ഏട്ടനത് ദോഷമായി മാറില്ലേ? ആലോചിച്ച് നോക്കും മോളെ, എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക്. മുഹൂർത്തത്തിന് മുൻപ് നിന്റെ മകള് മണ്ഡപത്തിൽ കാണണം. ഇല്ലെങ്കിൽ നാളെ ഇതേ സമയം നിന്നെ കുഴി വെക്കും മുമ്പ് നിനക്ക് വായ്ക്കരിയിടാനായിട്ട് അവക്ക് വരേണ്ടി വരും. കേട്ടോടി? ഞാൻ ചോദിക്കുന്നോണ്ട് വേറെ തോന്നരുത്. ഡോക്ടറെ ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാണോ? അല്ല, അത് ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുന്ന സ്വഭാവം. ഗിരിയേട്ടൻ എന്തേ പറയുന്നേ? അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല. സിദ്ധു അത്രക്കാരനൊന്നും അല്ല. ഗിരിയേട്ടനും സിദ്ധുവിനെ ശരിക്കും അറിയില്ല, അതുകൊണ്ട് ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ. അല്ല പറു, ഞാൻ ഗിരിയേട്ടൻ സിദ്ധുവിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു തന്നെ തെറ്റാ. അല്ല, ഗിരിയേട്ടൻ എന്നെ കുറിച്ച് എന്താ ധരിച്ചിരിക്കുന്നേ? അറിഞ്ഞോണ്ട് എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടുന്ന ഒരാളാണോ ഞാൻ? അത്രയ്ക്ക് ചിന്താശേഷിയും വിവേക ബുദ്ധിയൊന്നും എനിക്കില്ലേ? അയ്യോ പറു, ഞാൻ അറിയാതെ. സിദ്ധുവിനെ നമുക്ക് മനസ്സ് തുറന്ന് വിശ്വസിക്കാൻ ഗിരിയേട്ട. സിദ്ധു വീട് ഷിഫ്റ്റ് ചെയ്തത് വെറുതെ ഒന്നുമല്ല. ഏതായാലും ഞാൻ സിദ്ധുവിനൊപ്പമാണ് ഇറങ്ങിപ്പോയതെന്ന് അച്ഛനും നകുലേട്ടനും അറിയും. അവർ ഞങ്ങൾ അന്വേഷിക്കും. അന്വേഷിച്ച ആദ്യം എത്തുന്നത് ഈ വീട്ടിലേക്കായിരിക്കും. ഇവിടെ ഞങ്ങളുണ്ടെങ്കിൽ അവർക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ഏട്ടനും അച്ഛനും ഞങ്ങളെ കണ്ടുപിടിക്കരുത്. അതിനു വേണ്ടിയാ സിദ്ധു തിടുക്കത്തിൽ വീട് മാറിയത്. ഇപ്പോ എനിക്ക് വേണ്ടി സിദ്ധു വേറെ എവിടെയോ പുതിയ വീടെടുത്തിട്ടുണ്ടാവും. നമ്മളെങ്ങനെ അത് കണ്ടുപിടിക്കുക? നമുക്കിപ്പോ നമ്മുടെ പുതിയ ക്ലിനിക്കിലേക്ക് പോവാം. ചിലപ്പം സിദ്ധു അവിടെ ഉണ്ടെങ്കിലോ? കിരീടൻ എന്താ ആലോചിച്ച് നിൽക്കുക? വാ. പാറു, പാറു ചേച്ചി, പാറു. എന്താ അപ്പച്ചി? എന്തു പറ്റി? അപ്പച്ചി കരയുവാണോ? കണ്ണു കലങ്ങിയിട്ടുണ്ടല്ലോ. എന്തു പറ്റി അപ്പച്ചി? പറയപ്പച്ചി, എന്താ പറ്റിയേ? എന്താ അപ്പച്ചി, എന്തിനെങ്ങനെ സങ്കടപ്പെടുന്നേ? പറയപ്പച്ചി, എന്താ വിഷമം? പറയ. പാറുവിനെ കാണുന്നില്ല മക്കളെ. കാണുന്നില്ലേ? ഒരു കത്തെഴുതി വച്ചിട്ട് അവൾ എവിടേക്കോ പോയി. എവിടെ പോവാൻ? അറിയില്ല. അവൾ ഇങ്ങനെ ഒരു ചതി കാണിക്കുന്നു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിങ്ങളോട് പാറു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. അവൾക്ക് ആരോടെങ്കിലും ഒരു ഇഷ്ടമുള്ളതായി
എന്തെങ്കിലും ഒരു സൂചന. അങ്ങനൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയായിരുന്നോ? ചേച്ചി, ഗിരിയേട്ടനെ കാണുന്നില്ലല്ലോ. ഞാനിവിടെ മുഴുവൻ നോക്കി, കല്യാണം നടക്കുന്ന ഹാളിൽ നോക്കി, അവിടെയും കാണുന്നില്ല. പുറത്തെവിടെയെങ്കിലും പോയതാണോ? എന്തു പറ്റി? എന്തായാലും ഒന്നും മിണ്ടാത്തത്? പാറുവിനെ കാണാനില്ല റാണി. കയ്യിലെന്താ മൈലാഞ്ചിയാണോ? ഹാ, മെഹന്തി ചടങ്ങ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അതെന്താ കയ്യിലെന്താ എഴുതിയിരിക്കുന്നത്? അതാ ഇന്ദ്രന്റെ പേര്. നിവൃത്തിയില്ലാതെ കൈ നീട്ടി കൊടുത്തതാ. അത് സാരമില്ല, കയ്യിലുള്ളത് എപ്പോ വേണമെങ്കിലും മാഞ്ഞു പോവാലോ. പക്ഷേ പാർവതിയുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നത് സിദ്ധാർത്ഥനുള്ള എന്റെ പേരല്ലേ? അതൊരിക്കലും മാഞ്ഞു പോവില്ലല്ലോ. ഇല്ല, പാർവതി മരിച്ചാലും അത് മായില്ല. പിന്നെ ഇതൊന്നും കണ്ട് ടെൻഷൻ ആവണ്ട കേട്ടോ. ഗിരിയേട്ടൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മുടെ കല്യാണം നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെ നടക്കും. അപ്പൊ അവര് പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. ദൈവമേ, പാർച്ചേച്ചി ആ സിദ്ധാർത്ഥന്റെ അടുത്ത് തന്നെയാവും പോയത്. ഗിരിയേട്ടനായിരിക്കും ആരും അറിയാതെ പാർച്ചേച്ചി അയാളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. ദൈവമേ, ഇനി ഇവിടെ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത്? മോളെ റാണി, നിനക്ക് എന്തെങ്കിലും അറിയാവോ? മോളോട് പാറു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എനിക്കറിയാവുന്നത് ഞാൻ എങ്ങനെ പറയും? ഞാനത് പറഞ്ഞ എന്റെ ഏട്ടനത് ദോഷമായി മാറില്ലേ? ആലോചിച്ച് നോക്കും മോളെ, എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക്. ഇല്ല അപ്പച്ചി, എനിക്കൊന്നും അറിയില്ല.